Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. Hamdan kathiran tayyiban mubarakan fih. Wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ നേരറിവ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി മറ്റൊരു വിഷയം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവസരം ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും ഉപകാരപ്രദമായ നിലക്ക് ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കാൻ ആമുഖമായി തന്നെ മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇവിടെ എടുത്തു പറയുകയാണ്. അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല 100ഓളം കിതാബുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന്. അതിന്റെ ആശയങ്ങളുടെ സത്ത അത് തൗറാത്തിലും ഇഞ്ചീലിലും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലും ഒക്കെ ആയിക്കൊണ്ട് അവതരിപ്പിച്ചു. അതിനുശേഷം ഈ 3 ഗ്രന്ഥങ്ങളുടെയും ആശയങ്ങൾ അത് പരിശുദ്ധ ഖുർആനിൽ ശേഖരിച്ചു എന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെ മൊത്തത്തിലുള്ള ആശയങ്ങൾ പിന്നീട് അൽ മുഫസ്സലിൽ ശേഖരിച്ചു. അൽ മുഫസ്സലിന്റെ അർത്ഥങ്ങൾ, അതിന്റെ ആശയങ്ങൾ അത് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹയിലുള്ള മൊത്തം ആശയങ്ങൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ആയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ശേഖരിച്ചിരിക്കുന്നു എന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിവിടെ എടുത്തു പറഞ്ഞത് ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം നിർവഹിച്ച ആശയത്തിന്റെ അതിന്റെ സത്ത അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ ആയത്തിൽ കാണാമെന്നുള്ളതാണ്. ആ ആയത്ത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അതിലടങ്ങിയിട്ടുള്ള ആശയം ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അമ്പിയാക്കന്മാർ പ്രചരിപ്പിച്ച ആദർശത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു ആയത്തിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു വ്യതിയാനം നമുക്ക് സംഭവിച്ചാൽ അമ്പിയാക്കന്മാർ മുഴുവൻ പ്രബോധനം ചെയ്ത ഒരു ആദർശത്തിൽ വ്യതിയാനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നതാണ് അതിന്റെ താല്പര്യം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കിക്കാണണം എന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഒരു ആയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് എങ്കിൽ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ഒരു നിലക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ആയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. പക്ഷേ കേരളത്തിലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള വിവിധ കക്ഷികളെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ അവിടെ ഒരുപാട് കക്ഷിത്വങ്ങൾ ഈ വിഷയത്തിന്റെ പേരിൽ ഉടലെടുത്തിട്ടുള്ളത് കാണാം. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ മുസ്ലിമീങ്ങളും ഇത് പാരായണം ചെയ്യുന്നുണ്ട്.
നമ്മളൊക്കെ നമസ്കാരത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ അങ്ങനെ തുടക്കത്തിൽ പാരായണം ചെയ്തിട്ട് ശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന ഫഹാദിഹി ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅല, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്. എൻ്റെ അടിമ ചോദിക്കുന്നത് എന്തും അവന് ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നേരം പറയുമെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഏത് കാര്യമാണ് അള്ളാഹുവിനും അള്ളാഹുവിന്റെ അടക്കമുള്ള ഒരു കരാറായിട്ട് അള്ളാഹു ഇവിടെ പറയുന്നത്, അതാണെന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന്. നീയല്ലാതെ ആരാധനക്ക് അർഹനായിക്കൊണ്ട് ആരും ഇല്ല എന്ന് എനിക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ സഹായാർത്ഥനകളും ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ സഹായാർത്ഥനകളും നിന്റെ മുമ്പിൽ മാത്രമാണ് ഞാൻ അർപ്പിക്കുകയുള്ളൂ എന്ന് ഞാനിതാ ഉറപ്പിച്ചു പറയുന്നു എന്നതാണ് ഈ ആയത്തിന്റെ താല്പര്യം. ആ സമയത്താണ് നമസ്കാരത്തിൽ നമ്മൾ ഇത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്, എൻ്റെ അടിമ ചോദിക്കുന്നത് എന്തും അവന് ലഭിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് പറയുകയാണ്. അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ്? അതും നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. സൂറത്തു ദാരിയാത്തിലെ 50-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ ഇതൊരു കരാറായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പറയുകയാണ്, നിനക്ക് മാത്രമാണ് അള്ളാഹുവെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇബാദത്ത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിന്നോട് മാത്രമാണ് റബ്ബെ ഞാൻ സഹായം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഹായം ചോദിക്കലും എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്തിലേക്ക് നമ്മൾ കടന്നാൽ പണ്ഡിതന്മാര് അതിനെ വിശദീകരിച്ചു തന്നിട്ടുള്ളത്, വിശിഷ്യ ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്, സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ഭയത്തിന്റെയും ഒക്കെ ഒരു പൂർണ്ണതയെ ഒരുമിച്ച് ഒത്തിണക്കുന്ന ഒരു കാര്യത്തിന് പറയപ്പെടുന്ന വാക്കാണ് ഇബാദത്ത് എന്ന്. അതായത് താഴ്മയിൽ നിന്നും വിനയത്തിൽ നിന്നും മാത്രമല്ല, സ്നേഹത്തിൽ നിന്നും ഭയപ്പാടിൽ നിന്നും ഒക്കെ കൂടിയാണ് ഇബാദത്ത് രൂപം കൊള്ളുന്നത്. അത് സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ഭയത്തിന്റെയും ഒക്കെ ഒരു പൂർണ്ണത അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളെ അവർ അത്യധികം സ്നേഹിക്കുന്നുണ്ട്, അവരുടെ ആരാധ്യ വസ്തുക്കളെ അവർ അത്യധികം ഭയപ്പെടുന്നുണ്ട്. അവയോടുള്ള താഴ്മയും ഭക്തിയും ഒക്കെ നമുക്ക് അവിടെ ഈ ഒരു സ്നേഹത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ ഒരു ഭയപ്പാടിൽ നിന്നും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ അവിടെ മനസ്സിലാക്കണം, സാധാരണമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തി ഒരു വസ്തുവിൽ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ ഒരു ഭയവും ഒക്കെ അധികമായി തീരുന്നത്. അങ്ങനെ ഈ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും ഒക്കെ ഒരു പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഇബാദത്താകുന്ന ആരാധന. ഈ വിഷയം വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന് മാത്രം നമ്മൾ അർപ്പിക്കേണ്ടതായിട്ടുള്ള ആ ഒരു ഇബാദത്ത് നമ്മൾ പറയുമ്പോൾ അവിടെ ആ ഇബാദത്തിന് 3 റുക്കുനുകൾ ഉണ്ട് എന്നാണ്, 3 തൂണുകൾ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. ഒന്ന് മഹബ്ബത്ത്, സ്നേഹമാണ്. അതായത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മനസംതൃപ്തിയോട് കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണമെന്നാണ്. എന്നാൽ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ വിവിധ രൂപത്തിലുള്ള സ്നേഹങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? വിവിധ രൂപത്തിലുള്ള സ്നേഹം ഓരോ മനുഷ്യന്മാരും പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുന്ന ആളുകളാണ്.
അവിടെ നമ്മൾ മനസ്സിലാക്കണം ഏത് സ്നേഹമാണ് അള്ളാഹുവിന് കൊടുക്കേണ്ടത്, ഏത് സ്നേഹമാണ് വിരോധിക്കപ്പെട്ടിട്ടുള്ള സ്നേഹമുള്ളത്. അള്ളാഹുവിന് കൊടുക്കേണ്ടതായിട്ടുള്ള സ്നേഹം, മറ്റു സൃഷ്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത സ്നേഹം, ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണമെന്ന്. അത് ആരാധന ഇല്ലാത്ത, ഇബാദത്തല്ലാത്ത സ്നേഹം നമ്മളെടുത്ത് പരിശോധിച്ചാൽ തന്നെ അതിൽ തന്നെ പല വകഭേദങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഹബത്തു ത്വബഇയ്യ, പ്രകൃതിപരമായിട്ടൊരു സ്നേഹമുണ്ട്. പ്രകൃതിപരമായിട്ട് മനുഷ്യന് ഉണ്ടാകുന്ന ഒരു സ്നേഹം, ഭക്ഷണത്തോടും പാനീയത്തോടും അതുപോലെ തന്നെ മറ്റു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടൊക്കെ അവൻ പ്രകടിപ്പിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ഈ ഒരു ഗണത്തിൽപ്പെടുന്നതാണ് എന്ന്. അത് മഹബത്തു ത്വബഇയ്യ. ഇനി രണ്ടാമത്തേത് മഹബത്തു ഇജ്ലാൽ, ബഹുമാനത്തോടുകൂടി പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹം. ഉദാഹരണം, ഒരു പിതാവിനോട് ഒരു മകൻ കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്, അതിലൊരു ബഹുമാനം കാണാൻ സാധിക്കും, അതും സ്നേഹം തന്നെയാണ്. അതേപോലെ മഹബത്ത് ഇഷ്ഫാഖ്, വാത്സല്യത്തോടു കൂടി കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. പിതാവ് മകനോട് കാണിക്കുന്ന സ്നേഹം ആ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ നോക്കിയേ, ഒരു വാത്സല്യത്തോടു കൂടിയിട്ട് ഒരാൾ പിതാവിനോട് മകനോട് കാണിക്കുന്ന ഒരു സ്നേഹം, അതേ വ്യക്തി തന്നെ പിതാവിനോട് കാണിക്കുന്ന ആദരവ് കൊണ്ടുള്ള ഒരു സ്നേഹമുണ്ട്. അതിന്റെ രണ്ടിന്റെയും മാനസികമായിട്ടുള്ള വികാരത്തിൽ വ്യത്യാസമില്ല. അതേപോലെ തന്നെ മഹബത്ത് മുസാഹബ, സുഹൃത്തുക്കളോട് കാണിക്കുന്ന സ്നേഹം, കൂട്ടുകാരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം, ഇതൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്നേഹമാണ്. ഈ സ്നേഹമല്ല അള്ളാഹുവിന് മാത്രം നൽകണമെന്ന് നമ്മൾ പറയുന്നത്. ഇവിടെയൊന്നും അള്ളാഹുവിന് നൽകേണ്ടതായിട്ടുള്ള അങ്ങേയറ്റത്തെ ഒളുവും വെല്ലുമൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്ന, വിനയവും താഴ്മയും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹം ഇവിടെ വരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സ്നേഹങ്ങളൊക്കെ ഒരേപോലെയാണോ? പ്രകൃതിപരമായിട്ട് നമ്മൾ ഭക്ഷണങ്ങളോടും മറ്റുമൊക്കെ കാണിക്കുന്ന സ്നേഹമാണോ ഒരു പിതാവിനോട് മകൻ കാണിക്കുന്ന സ്നേഹം? അതേപോലെ തന്നെ ഒരു മകൻ പിതാവിനോടും അതുപോലെ തന്നെ മകൻ പിതാവിനോടും പിതാവ് മകനോടും കാണിക്കുന്ന സ്നേഹം, കൂട്ടുകാരോട് കാണിക്കുന്ന സ്നേഹം, ഇതിലൊക്കെ ആ വികാരങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ സ്നേഹം എന്ന് തന്നെയാണ് പറയാറുള്ളത്. എന്നാൽ വിരോധിക്കപ്പെട്ട സ്നേഹം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇബാദത്തിൽ അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നവയെ നമ്മൾ വെറുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നതിനെ നമ്മൾ സ്നേഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. ഇതൊക്കെ ദീനിൽ വിരോധിക്കപ്പെട്ടിട്ടുള്ള സ്നേഹങ്ങളാണ്. ബിംബങ്ങൾ, പുണ്യാത്മാക്കൾ, പുണ്യമരങ്ങൾ, അതുപോലെ തന്നെ ആരാധന നിർവഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെയൊക്കെ താഴ്മയോടുകൂടി മനുഷ്യൻ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സ്നേഹം അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ അർപ്പിക്കുന്നതായിട്ടാണ് പരിഗണിക്കപ്പെടുക എന്നർത്ഥം. അള്ളാഹു പറഞ്ഞില്ലേ സൂറത്തുൽ ബഖറയിൽ 165 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കി. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. മനുഷ്യരിലുണ്ട് ചില ആളുകൾ എന്ന്. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന് പുറമെ അവന് ചില സമന്മാരെ ഉണ്ടാക്കുകയാണ് എന്ന്. എന്താണ് അവർ ചെയ്യുന്നത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെയാണ് അവരെ സ്നേഹിക്കുന്നത് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ആ രൂപത്തിൽ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്ന, അവരാരാധിക്കുന്നത് എന്തിനെയാണോ അതിനെ ആ രൂപത്തിലാണ് അവർ സ്നേഹിക്കുന്നത് എന്നർത്ഥം. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയം ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ വിഷയം നമുക്ക് അറിയിച്ചു തരുമ്പോൾ ഉപയോഗിച്ച പദമാണ് സഹോദരങ്ങളെ. അപ്പോ ഈ രൂപത്തിലുള്ള ഒരു സ്നേഹം, ആ സ്നേഹം ഒരിക്കലും തന്നെ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളുടെ മുമ്പിൽ വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം താഴ്മയോടുകൂടി, വിനയത്തോടുകൂടിയുള്ള ഒരു സ്നേഹമാണ്. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന് വേണ്ടി അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടാൻ, അവൻ വെറുക്കുന്ന കാര്യങ്ങളെ വെറുക്കാൻ അതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെയും അതുപോലെ തന്നെ സൽവൃത്തരായിട്ടുള്ള അടിമകളെയും സ്നേഹിക്കുക എന്ന് പറയുന്നത്, പ്രവാചകനെ പിൻപറ്റുക എന്ന് പറയുന്നത്,
അതൊക്കെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളൊന്നും അനുസരിക്കാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളുടെ ഗണത്തിൽ ഉൾപ്പെടുകയില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. യഹൂദികൾ പറഞ്ഞു നടന്നില്ലേ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആളുകൾ എന്ന്, ഞങ്ങളാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് പറഞ്ഞു, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന് പറഞ്ഞു കൊടുക്കാനാ പ്രവാചകനോട് പറഞ്ഞത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ സ്നേഹിക്കുമെന്ന് അല്ലേ? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണം, എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സ്നേഹിക്കുമെന്ന്. അപ്പൊ നോക്കിയേ, അള്ളാഹുവിനോട് കാണിക്കേണ്ട സ്നേഹം, ആ സ്നേഹത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടുള്ള ഒരു വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറയുന്നത്. പ്രവാചകനെ പിൻപറ്റൽ എങ്ങനെയാ? പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു തആലയോട് കാണിക്കുന്ന ഒരു വിനയവും സ്നേഹവും പ്രകടനവും ഒക്കെ അതിൽ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ആ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനുള്ള ഇബാദത്താകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു കാര്യം പഠിച്ചു, ഇബാദത്തിന്റെ മൗലികമായിട്ടുള്ള അതിന്റെ ഘടകങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ് സ്നേഹം. അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ഇബാദത്തുകൾ എടുക്കണം. വെറുപ്പ് കാണിച്ചുകൊണ്ട് ഒരു അമലും ചെയ്താൽ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അതൊക്കെ ഇബാദത്തിൽ ന്യൂനതകൾ ഉണ്ടാക്കുന്ന വിഷയമാണ്. വെറുപ്പോടുകൂടി നിസ്കരിക്കുക, വെറുപ്പോടുകൂടി മനസ്സിന്റെ ഉള്ളിൽ ഇഷ്ടപ്പെടാതെ, അള്ളാഹുവിനെ സ്നേഹിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നുള്ള ബോധമൊന്നും ഇല്ലാതെ ആരെങ്കിലും സദക്ക കൊടുത്തിട്ട് കാര്യമുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ അതിന് ഇഷ്ടപ്പെടാൻ സാധിക്കണം. അപ്പൊ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ സാധിക്കണം. ഇനി രണ്ടാമത്തെ വിഷയം റജാ, പ്രതീക്ഷയാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട വിഷയം. ഇത് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഇബാദത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലും അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട പാപമോചനത്തിലുമൊക്കെ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന്. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ് സഹോദരങ്ങൾ. ഒരു പ്രതീക്ഷയുമില്ലാതെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രൂപത്തിലുള്ള അമലുകൾ ചെയ്തിട്ട് അത് ഇബാദത്താണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ എനിക്കതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത് എന്ന്. ആ പ്രതീക്ഷ അള്ളാഹു അല്ലാത്ത ആളുകളിൽ അർപ്പിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയിലുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ അള്ളാഹു അല്ലാത്ത ആരിലും അർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു ആണ് നമുക്കെല്ലാം നൽകുന്നത്. ആ നൽകുന്നവനിൽ നമ്മൾ വിശ്വസിക്കുക. ആ അള്ളാഹുവിൽ അർപ്പിക്കേണ്ടതായിട്ടുള്ള പ്രതീക്ഷയുടെ ആ ഒരു ഭാഗം അതൊരു സൃഷ്ടികളുടെ മുമ്പിൽ വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ഇനി മൂന്നാമത്തേതോ ഖൗഫാണ്, ഭയമാണ്. ഖൗഫ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അള്ളാഹുവിനെ പേടിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഒരു കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അൽ ഖൗഫ് മിനല്ലാഹ് എന്ന് പറയുന്നത് ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയെ പേടിക്കുന്ന അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുക? അള്ളാഹിനെ കുറിച്ച് അറിയണം, അസ്മാ സിഫാത്തുകളെ കുറിച്ച് പഠിക്കണം. അതിനാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അവനെ അറിയിച്ചു തന്നത്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആരാണ് അള്ളാഹു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാകുക. അതായത് ഹുബും റജാവും ഖൗഫും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് നമ്മൾ ശരിയായ രൂപത്തിൽ പഠിക്കണം. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് അസ്മാ സിഫാത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിക്കൊണ്ട് പഠിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കേണ്ട ഒരു വിഷയമാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ നാമങ്ങൾ മനഃപ്പാഠമാക്കിക്കൊണ്ട് അത് എണ്ണി ക്ലിപ്തപ്പെടുത്തി ആ നാമങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടിക്കഴിഞ്ഞാൽ അവന് സ്വർഗം ലഭിച്ചു എന്നുള്ളതാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാഹ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞതിന്റെ തേട്ടം അതാണ് എന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചു തന്നിട്ടില്ല. അതെന്താണ് കാരണം? സ്വർഗം ലഭിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹിനെ കുറിച്ച് പഠിക്കും, അള്ളാഹിന്റെ അസ്മാ സിഫാത്തുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ ആ ഓരോ നാമങ്ങളിലും അടങ്ങിയിട്ടുള്ള തേട്ടം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട്
അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോഴാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഖൗഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളും പലതിനെയൊക്കെ പേടിക്കുന്നുണ്ട്. ആ പേടിക്കുന്നതൊക്കെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, നിരുത്സാഹപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തെ, ഖൗഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തെ പണ്ഡിതന്മാർ 3 തരങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. ഒന്ന് ഖൗഫ് സിദ്ദിയാണ്, രഹസ്യമായിട്ടുള്ള ഭയം. അള്ളാഹു അല്ലാത്തവരെ രഹസ്യമായിട്ട് പേടിക്കുക, അവരിൽ നിന്ന് എന്തെങ്കിലും ദോഷമുണ്ടാകും, ആ ദോഷം അകറ്റുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആരാധനയും പൂജയും ഒക്കെ നിർവഹിക്കുന്ന ആളുകൾ. ഇത് പച്ചയായിട്ടുള്ള ശിർക്കാണ്, ശിർക്കുൽ അക്ബറിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള പേടി അത് അള്ളാഹുവിന് മാത്രമായിട്ട് നമ്മൾ വകവെച്ചു കൊടുക്കേണ്ടതാണ്. രഹസ്യമായ നിലക്കുള്ള ഒരു ഭയം ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടികളുടെ മുമ്പിലും നമ്മൾ അർപ്പിക്കാൻ പാടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹെ പേടിക്കുന്നത് പോലെ പല ആളുകളും ഒരു ആരാധിക്കപ്പെടുന്ന ഒരു ഖബറുണ്ട് എങ്കിൽ അവിടെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ, ആരാധിക്കപ്പെടുന്ന മറ്റു വസ്തുക്കൾ ഉണ്ട് എങ്കിൽ അവിടെ പോയാൽ അതിൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഭയം, ഒരു രഹസ്യമായിട്ടുള്ള ഒരു പേടിയാണ് അത് ശിർക്കാണ് എന്നർത്ഥം. എന്നാൽ ഖൗഫുൽ മദ്മൂം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ നിരുത്സാഹപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ഭയമുണ്ട്. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുമതിയില്ലാതെ ആർക്കും ഒരു ദോഷവും വരുത്താൻ സാധിക്കുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ അവനില്ലാത്ത ചില ആദികളൊക്കെ കടന്നു വരുന്ന ചില സ്വഭാവം ചില ആളുകൾ പ്രകടിപ്പിക്കാറുണ്ട്. ഒരു സൃഷ്ടിയെ ഭയപ്പെടുക, ഉദാഹരണം, അതൊക്കെ ചെറിയ ശിർക്കിലേക്ക് നയിക്കുന്നതാണ്. അതൊന്നും എന്തല്ല, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ശിർക്കുൽ അക്ബർ അല്ല. ഇപ്പൊ ഒരു പ്രബോധനമുണ്ട്, അതല്ലെങ്കിൽ തൗഹീദിന്റെ വിഷയം ഒരു സ്ഥലത്ത് പോയി പറഞ്ഞാൽ അവർ എന്താണ് കരുതുക, അവരെന്നെന്തെങ്കിലും ചെയ്യുമോ, ഉപദ്രവിക്കോ, അങ്ങനെ ദഅവത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പേടിച്ച് ഇരിക്കുക എന്ന് പറയുന്നത് ഇത് മദ്മൂമായിട്ടുള്ള, നിരുത്സാഹപ്പെടുത്തേണ്ടതായിട്ടുള്ള ഭയമായിട്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതേപോലെ ഖൗഫു തബഈ, പ്രകൃതിപരമായിട്ടുള്ള പേടി. ശത്രുക്കളെ നമ്മൾ പേടിക്കാം, ക്ഷുദ്രജീവികളെ നമ്മൾ പേടിക്കാം. ഇതൊക്കെ കാര്യകാര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പേടിയാണ് എന്നർത്ഥം. അങ്ങനെയുള്ള പേടികളൊന്നും എന്തല്ല, ഒരിക്കലും അങ്ങനെയുള്ള പേടികൾ അതൊന്നും ശിർക്കായിട്ട് കടന്നു വരുന്നതല്ല, അത് പ്രകൃതിപരമായിട്ടുള്ള ഒരു പേടിയാണ് എന്നർത്ഥം. എന്നാൽ ഇവിടെ നമ്മൾ ഒരു ഉദാഹരണത്തിലൂടെ ഈ വിഷയം നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോ നമ്മുടെ വീട്ടിലൊരു കയറി കഴിഞ്ഞാൽ ഒരു പാമ്പിനെ കണ്ടു എന്ന് കരുതുക. ആ പാമ്പിനെ നമുക്ക് പേടിയായിരിക്കും. അത് തബഈ ആയിട്ടുള്ളതാണ്, പ്രകൃതിപരമായിട്ടുള്ള പേടിയാണ്. ആ പേടിയിൽ നമുക്ക് ആവശ്യമാണ് എന്നർത്ഥം. നമുക്ക് അപകടം വരാതിരിക്കാൻ ഈ പേടിയൊക്കെ ആവശ്യമാണല്ലോ. എന്നാൽ അടുത്ത വീട്ടിലുള്ള ഒരു അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു അവിശ്വാസിയായിട്ട് ഒരു വ്യക്തി പറയാണ്, ഇന്ന ക്ഷേത്രത്തിൽ പോയി ഒരു പൂജ ചെയ്താൽ ശാപവുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥ നാട്ടിലുണ്ട്, ആ പ്രദേശത്തുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ പാമ്പ് വരുന്നത് അതുകൊണ്ടാണ്, അവിടെ ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അപ്പൊ അത് കേട്ട നിമിഷം മുതൽ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടി വരികയാണ്. ഇനി ഒരു പാമ്പിനെ നമ്മൾ വീട്ടിൽ കണ്ടാൽ മനസ്സിന്റെ ഉള്ളിൽ അത് അന്നാ പറഞ്ഞ അവസ്ഥയായിരിക്കുമോ, ആ ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്യാത്തത് കൊണ്ടായിരിക്കുമോ എന്നുള്ള രൂപത്തിലൊക്കെയുള്ള ആശങ്ക. ഇതൊക്കെ നോക്കിയേ, അവിടെ ഒരു സിറിയായിട്ടുള്ള, രഹസ്യമായിട്ടുള്ള ഒരു പേടി ശൈത്താൻ നമുക്ക് ഇട്ടു തരികയാണ് എന്നർത്ഥം. അത് വിശ്വസിച്ചു കഴിഞ്ഞാലോ അത് ശിർക്കായി. അപ്പൊ പ്രകൃതിപരമായിട്ടുള്ള ഭയത്തിൽ നിന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന രൂപത്തിലുള്ള ഭയത്തിലേക്ക് നമ്മുടെ വിശ്വാസം നീങ്ങിപ്പോകും. ആ ഭയം എന്ന് പറയുന്നതാണ് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതായിട്ടുള്ള ഭയം. അപ്പൊ ഇത് ഇബാദത്തിൽപ്പെട്ട വിഷയമായിട്ട് വരുന്നു. അപ്പൊ നോക്കിയേ, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇബാദത്ത് എടുക്കുക എന്ന് പറയുമ്പോൾ ഈ മൗലികമായിട്ട് ഇവിടെ വിശദീകരിച്ചിട്ടുള്ള 3 ഘടകങ്ങളും ചേർന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും അള്ളാഹുവിനെ അർപ്പിക്കേണ്ടത്. വിശ്വാസമായിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട 3 വിശ്വാസ കാര്യങ്ങളാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. 1, അള്ളാഹുവിനെ സ്നേഹിക്കണം. 2, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം. 3, അള്ളാഹുവിനെ ഭയക്കണം. ഇത് 3 നമ്മുടെ വിശ്വാസത്തിൽ
എത്രമാത്രമുണ്ടോ അത്രയും അധികം അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ന്യൂനതകൾ സംഭവിക്കുമ്പോൾ നമ്മളുടെ ഇബാദാത്തുകളിൽ ന്യൂനതകൾ സംഭവിക്കുമെന്നുള്ളതാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ അള്ളാഹുവിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹ. എന്നിട്ട് അവനോടുള്ള മഹത്തായിട്ടുള്ള ഒരു പ്രാർത്ഥനയിലാണ് അത് അവസാനിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പിന്നെ അതിന്റെ വിശേഷണങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞിട്ടാണല്ലോ ഫാത്തിഹ അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ സൂറത്തുൽ ഹംദ് എന്നും സൂറത്തു ദുആ എന്നും വിളിക്കപ്പെടാറുണ്ട്. എന്നാൽ ആ ഹംദ് കൊണ്ട് തുടങ്ങി അള്ളാഹുവിനോടുള്ള ദുആ കൊണ്ട് അത് അവസാനിപ്പിക്കുന്ന ഈ ഒരു അധ്യായത്തിൽ ആ രണ്ടിനും ഇടക്കാണ് ഒരു സത്യവിശ്വാസിയായിട്ടുള്ള അടിമ അള്ളാഹുവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രതിജ്ഞ സമർപ്പിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നുവെന്ന്. എത്രത്തോളം ഗൗരവമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു സത്യവിശ്വാസി നടത്തുന്നത് എന്ന് നമ്മൾ ശരിക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് അള്ളാഹുവും അവന്റെ അടിമയും കൂടി നടത്തുന്ന ഒരു സ്വകാര്യ സംഭാഷണം എന്നുള്ള നിലക്ക് അതിനെ പരിഗണിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയെ സൂറത്തുൽ മുനാജാത്ത് അഥവാ ഒരു കൂടിക്കാഴ്ചയുടെ അധ്യായം എന്ന പേര് അതിന് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാര് പറയാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇയ്യാക നഅ്ബുദു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ദീനിന്റെ അടിത്തറയായിട്ടുള്ള അസാസുദ്ദീൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത്, അല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനത്താണ് അതുള്ളത് എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കാറ്. ഇയ്യാക നഅ്ബുദു എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനത്താണ് എന്നാണ്. എന്നാൽ ഇയ്യാക നസ്തഈൻ എന്നുള്ളതോ അത് ഹൗക്കലയുടെ സ്ഥാനത്താണ് എന്ന് പണ്ഡിതന്മാർ പറയും. ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിന്റെ സ്ഥാനത്താണ് എന്ന്. ആരാധനക്കർഹൻ അള്ളാഹു ആണ് എന്നറിഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് ഇയ്യാക നഅ്ബുദു എങ്കിൽ ആ അള്ളാഹുവിനാണ് എല്ലാ നിലക്കുമുള്ള ശക്തിയും കഴിവുമുള്ളത് എന്നറിഞ്ഞ് ആ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതാണ് ഇയ്യാക നസ്തഈൻ എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. ഒന്ന് അസാസുദ്ദീനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനത്താണ് ഇയ്യാക നഅ്ബുദു എങ്കിൽ മറ്റേത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഇയ്യാക നസ്തഈൻ അഥവാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയമാണ്. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിലുള്ളതാണ്. അലാ അദുല്ലക അലാ കൻസി മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിധികളിൽപ്പെട്ട ഒരു നിധിയെ പറ്റി താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ അപ്പോൾ ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ അറിയിച്ചു തന്നാലും. ഫഖാൽ, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിലുള്ളതാണ് ഇവിടെ വായിച്ചത്. സഹോദരങ്ങളെ, ആ ഒരു കാര്യം ഇയ്യാക നസ്തഈൻ, സഹായം ചോദിക്കലാണ് എന്നത് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്ന്, ഇതെങ്ങനെയാണ് ഹൗക്കലയുമായിട്ടുള്ള ഒരു ബന്ധം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയുമായിട്ട് ഇതെങ്ങനെയാണ് ബന്ധം എന്നുള്ളത് ആ ഒരു വിശ്വാസം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. നമ്മളൊക്കെ ഏറെ നമുക്ക് പരിചയമുള്ള കാര്യമാണ് ഈ ഹൗക്കല. നിസ്കാരത്തിന് ബാങ്ക് കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും ഇത് ചെല്ലാറുള്ളത്. ഹയ്യാല സ്വലാഹ്, ഹയ്യാല ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരുവീൻ, വിശ്വാസത്തിലേക്ക് വരുവീൻ. അപ്പൊ നമ്മൾ മറുപടി ആയിട്ട് എന്താ പറയാം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന്. ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താണോ ബാങ്കിന്റെ ലഫ്ളുകൾ അത് നമ്മൾ ഉരുവിടും. എന്നാൽ ഇത് ആ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ അവിടെ നമ്മൾ ഈ ഹൗക്കലയാണ് ഉരുവിടുന്നത്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ആ ഹൗക്കലയുടെ അർത്ഥം എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കും. ഇയ്യാക നസ്തഈൻ പഠിക്കാൻ ഹൗക്കലയുടെ ആ ഭാഗം ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ലാ ഹൗൽ എന്നതിന്റെ അർത്ഥം ലാ തഗ്യീറു മിൻ ഹാലിൻ ഇലാ ഹാൽ എന്ന്. ലാ തഗ്യീറു ഹാലിൻ ഇലാ ഹാൽ, ഒരു അവസ്ഥയിൽ നിന്ന്
മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റുകയില്ല. ലാ ഖുവത്ത, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാ, അള്ളാഹു ഒഴികെ. അപ്പൊ നോക്കി, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ അത് വേറെ ഒരു ശക്തിയുമില്ല, ആർക്കും അതിന് സാധിക്കുകയില്ല എന്ന്. ബാങ്ക് കെട്ടുകഴിഞ്ഞാൽ ഉദാഹരണം, അവിടെ നിന്ന് പള്ളിയിലേക്ക് നമുക്ക് എത്തണം, നിസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നമ്മളുള്ള അവസ്ഥ ഏതാണ്? നമ്മളൊരു പക്ഷേ നടക്കുകയാകാം, നമ്മളൊരു പക്ഷെ കാറിലാകാം, വീട്ടിലാകാം, പുറത്താകാം, എവിടെയുമാകാം. ആ നമസ്കാരമാകുന്ന വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ള ശക്തിയും അതിനുള്ള കഴിവും ആർക്കാ നൽകാൻ സാധിക്കുക? അള്ളാഹ്ക്ക് മാത്രം നൽകാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്കത് നൽകണേ എന്നുള്ള ഒരു തേട്ടം അവിടെയുണ്ട്. ആ ഒരു നമസ്കാരത്തിലേക്ക്, വിജയത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹു നീ സഹായിക്കണേ എന്നുള്ള ഒരു തേട്ടം ആ ഹൗക്കലയിലുണ്ട് എന്നുള്ളത്. അത് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനയിലൊക്കെ എങ്ങനെയാണ് ഒരു സഹായത്തേട്ടം കടന്നു വരുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ച വിഷയം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മു ഫതാവയിൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ നമുക്ക് ദുആഉൽ ഇബാദ അതുപോലെ തന്നെ ദുആഉൽ മസ്അല എന്ന രൂപത്തിൽ രണ്ട് രൂപത്തിൽ അതിനെ വേർതിരിച്ചിട്ടുണ്ട്, രണ്ട് രൂപത്തിൽ അതിനെ ഇനം തിരിച്ചിട്ടുണ്ട്. ദുആഉൽ ഇബാദ എന്ന് പറയുമ്പോൾ ആരാധനയുടെ പ്രാർത്ഥനയാണ്, സൽക്കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പ്രതിഫലം ചോദിക്കുന്ന ദുആയാണ്. അത് നമുക്ക് പഠിക്കാനുള്ളത് ദുആഉൽ മസ്അലയാണ്, അപേക്ഷയുടെ രൂപത്തിലുള്ള പ്രാർത്ഥന. അതെന്താ അപേക്ഷ? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന സീഗ, അതിന്റെ രൂപം സീഗത്തുൽ ത്വലബ്, ചോദ്യത്തിന്റെ രൂപത്തിൽ അള്ളാഹിനോട് ഒരു കാര്യം ചോദിക്കും. അതേപോലെ തന്നെ സീഗത്തുൽ ഖബർ, പ്രസ്താവനയുടെ രൂപത്തിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും. ഒന്ന്, നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് നേർക്ക് നേരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ലഫ്ളുകളിലൂടെ അത് ചോദിക്കുക. റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ. എന്താ നമ്മളുടെ ആവശ്യം? അത് ആ പ്രാർത്ഥനയുടെ ലഫ്ളുകളിലുണ്ട്. എന്നാൽ ചില പ്രാർത്ഥനകളിൽ നമ്മൾ ആവശ്യം നമ്മൾ പറയില്ല, ലഫ്ളുകളിൽ അത് പരിചയപ്പെടുത്തില്ല. അതിന്റെ ഉദാഹരണമാണ് യൂനസ് നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന. യൂനസ് നബി അലൈഹി ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ലഫ്ളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അത് വിശദീകരിക്കുന്നത്. എന്താണത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. രക്ഷപ്പെടുത്താനാണ് പ്രാർത്ഥിക്കുന്നത്, മത്സ്യത്തിന്റെ വയറ്റിലാണുള്ളത്. പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. നോക്കി, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിക്കൊണ്ട് ആരും തന്നെയില്ല. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ്. ഇന്നി, തീർച്ചയായിട്ടും ഞാൻ, കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനായി പോയി എന്ന്. അപ്പോ ആ പദം നമ്മൾ ഒന്ന് എടുത്തു നോക്കിയേ. ആ പദം നമ്മൾ മലയാളത്തിൽ ഒന്ന് പറയാം. നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ട് ആരും തന്നെയില്ല, നീ എത്രയോ പരിശുദ്ധനാണ്, തീർച്ചയായിട്ടും ഞാൻ അക്രമികളിൽപ്പെട്ടവനായി പോയി. ഇതിലെവിടെയാണ് എന്നെ സഹായിക്കണേ എന്നുള്ളത്? ഇതിലെവിടെയാണ് എന്നെ രക്ഷിക്കണേ എന്നുള്ളത്? ആ പ്രാർത്ഥനയുടെ പദങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കില്ല. എന്നാൽ ആ ഒരു തേട്ടമുണ്ട് യഥാർത്ഥത്തിൽ. അവിടെ ഒരു പ്രസ്താവന നടത്തുന്നു, പക്ഷേ ആ പ്രസ്താവനയോടൊപ്പം തന്നെ എന്നെ സഹായിക്കണേ എന്നുള്ള ആവശ്യം, ഒരു തേട്ടം അവിടെ ഉണ്ട്. അത് ഹൃദയത്തിന്റെ ഉള്ളിലാണുള്ളത്. അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ലഫ്ളുകളിൽ, അതിന്റെ പദങ്ങളിൽ കാണാൻ സാധിക്കില്ല. അപ്പോ ഹൃദയം അറിയുന്ന അള്ളാഹുവിന് മാത്രമായിരിക്കും ആ കാര്യം അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇയ്യാക നസ്തഈൻ. അത് ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഹൃദയത്തെ ബരമേൽപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടികൾക്കും അത് അറിയാൻ സാധിക്കില്ല. അത് മനുഷ്യന് അറിയാൻ സാധിക്കില്ല. ആ ഒരു കാര്യം മലക്കുകൾക്ക് അറിയാൻ സാധിക്കില്ല, ജിന്നുകൾക്ക് അറിയാൻ സാധിക്കില്ല. ആർക്കും ഹൃദയത്തിലുള്ള ആ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്താലല്ലാതെ ആർക്കും അറിയാൻ സാധിക്കില്ല. ഒരാളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇന്നതാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രാർത്ഥന അള്ളാഹ് മാത്രം കേൾക്കൂ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു വിഷയം അത് പ്രാർത്ഥനയാകണമെങ്കിൽ അത് ഹൃദയം അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആ ഒരു പ്രാർത്ഥനയുടെ രൂപം, അതായത് യൂനസ് നബി അലൈഹി ഇസ്ലാം നിർവഹിച്ച ആ പ്രാർത്ഥനയുടെ രൂപമാണ് ഏറ്റവും നല്ല രൂപം എന്നാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന വാക്കുകൾ ഉപയോഗിച്ച് അതിനെ വസീലയാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയം കൊണ്ട് ചോദിക്കുക. പദങ്ങൾ വേറെ ആയിരിക്കും യൂനസ് നബി പ്രാർത്ഥിച്ചതുപോലെ. അത് ഏറ്റവും നല്ല പ്രാർത്ഥനയുടെ രൂപമാണ് എന്ന് യൂനസ് നബി അലൈഹി ഇസ്ലാമിയുടെ
പ്രാർത്ഥനയുടെ മഹത്വം അറിയിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വദന്നൂൻ ഇസ്സഹബ മുആദിബ. ദുന്നൂനെ നിങ്ങൾ ഓർക്കണം, അതായത് അദ്ദേഹം കോപിഷ്ഠനായി കൊണ്ടുപോയ സന്ദർഭം. ഫളന്ന അല്ലൻ തഖ്ദിറ അലൈഹി, അപ്പോൾ നാം അദ്ദേഹത്തിന്റെ മേൽ നിശ്ചയമായി കുടുസമാക്കുകയാണ്, അദ്ദേഹത്തെ കുടുസമാക്കുകയില്ല എന്ന് അദ്ദേഹം ധരിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ അന്ധകാരത്തിൽ വെച്ച് അങ്ങനെ അന്ധകാരത്തിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു, റബ്ബേ നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായ ആരും തന്നെ ഇല്ല, നീ എത്രയോ പരിശുദ്ധൻ, തീർച്ചയായിട്ടും ഞാൻ അക്രമികളിൽപ്പെട്ടവനായി പോയി എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, ആ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. അപ്രകാരം സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നതാണ് എന്ന്. അപ്പൊ നോക്കിയ ഈ ഒരു പ്രാർത്ഥന അത് നിർവഹിച്ചപ്പോ അത് സത്യവിശ്വാസികളായിട്ടുള്ള ആരും ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയാസത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ റബ്ബിനോട് ഹൃദയപൂർവം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇമാം ബൈഹഖിയും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ച് പറയുകയാണ്, തൗഹീദ് പോലുള്ളത് കൊണ്ടല്ലാതെ ഈ ദുനിയാവിലുള്ള ബുദ്ധിമുട്ടുകൾ തടയപ്പെടില്ല. നോക്കണേ, തൗഹീദ് പോലുള്ളത് കൊണ്ടല്ലാതെ ഇഹലോകത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തടയപ്പെട്ടിട്ടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുക. അതുകൊണ്ടാ പ്രയാസഘട്ടങ്ങളിലുള്ള പ്രാർത്ഥന തൗഹീദ് കൊണ്ടാക്കിയത് എന്ന്. യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രയാസം അല്ലാഹു തൗഹീദ് കൊണ്ട് നീക്കിയിട്ടുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് അൽ ഫവായിദിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് യൂനുസ് നബി അലൈഹി സ്വലാമിയെ പ്രശംസിക്കുന്നതിന് പുറമെ സത്യവിശ്വാസികൾക്ക് എപ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ട സ്വഭാവം ഉണ്ടാകണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണമെന്ന ഒരു ഉപദേശം ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇതോടൊപ്പം നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും മുന്തിയ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ആ പ്രാർത്ഥനയിൽ നോക്കൂ, അവിടെ എന്താണോ നമുക്ക് ആവശ്യം അത് ഹൃദയത്തിന്റെ ഉള്ളിലാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഖബർ, ഒരു പ്രസ്താവന നടത്തുകയാണ് ആ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്. അതാണ് ദുആഉൽ മസ്അലയിലെ അവിടെ സീഹത്തുൽ ഖബർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അർത്ഥത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും അഫ്ദലായിട്ടുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വഅഫ്ദലു ദുആ അൽഹംദുലില്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, ഇയ്യാക നഅ്ബുദിന്റെ സ്ഥാനത്താണ്. എന്നാൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള ദുആ, പ്രാർത്ഥന അതെന്താ? അത് അൽഹംദുലില്ലയാണ് എന്ന്. അൽഹംദുലില്ലാ എങ്ങനെയാ ദുആയാകുന്നത്? അൽഹംദുലില്ലാ ദുആയാകുന്നത് ആ സമയത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു തേട്ടം, ആ തേട്ടമാണ് അവിടെ ദുആയാകുന്നത്. നമ്മൾ എന്തെങ്കിലും ഭക്ഷണവും മറ്റൊക്കെ ലഭിച്ചാൽ, എന്തെങ്കിലും ഒരു സഹായം ആളുകളിൽ നിന്ന് ലഭിച്ചാലൊക്കെ നമ്മൾ പറയാറില്ലേ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയും. എന്താ അതിന്റെ താല്പര്യം? അവിടെ ഈ രൂപത്തിൽ എന്നെ സഹായിക്കാൻ, ഈ രൂപത്തിൽ ഞാൻ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ സഹായം എനിക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക്, അതായത് ആ സഹായം സ്വീകരിച്ച ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത്, അതിനുള്ള കഴിവും അതിനുള്ള ചലനശേഷിയും ശക്തിയും ഒക്കെ അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളയാണ് നൽകിയത്. അതാണ് അവിടുത്തെ അൽഹംദുലില്ലാ എന്നതിന്റെ താല്പര്യം. അതാണ് ഇയ്യാക നസ്തഈൻ എന്നതിന്റെ താല്പര്യം. അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഹൗക്കലയുടെ സ്ഥാനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എല്ലാ ഇസ്തിആനത്തും അത് ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണോ, ആരിലാണോ നമ്മൾ ഭരമേൽപ്പിച്ചുകൊണ്ട്, ആരാണോ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവും ശക്തിയും ചലനശേഷിയും ഒക്കെ ഉള്ളതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്, അവരിലേക്കാണ് നമ്മുടെ ഹൃദയം അവിടെ ആ സഹായത്തേട്ടത്തിനായിട്ട് നമ്മളുടെ ഹൃദയം നീങ്ങുന്നത് എന്നർത്ഥം. അതൊരു മനുഷ്യനോടും പാടില്ല, അതൊരു സൃഷ്ടിയോടും പാടില്ല, അതൊരു മലക്കിനോടും ഒരു ജിന്നിനോടും ഒരാളോടും ഒരു സൃഷ്ടിയോടും ഈ ഇയ്യാക നസ്തഈൻ എന്നുള്ള
ആ ഒരു വിശ്വാസം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഇത് വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന, ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി അള്ളാഹു അല്ലാത്ത ആരെയും ഭരമേൽപ്പിക്കുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയാ, ഈ അർത്ഥത്തിൽ ധാരാളം ആയത്തുകളുണ്ട് എന്ന പരിശുദ്ധ ഖുർആനിൽ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, തുടക്കത്തിൽ സൂചിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സന്ദേശങ്ങളെ, അതിനെ എല്ലാ സത്തയും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് അത് സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്ന് നോക്കിയ ആ അർത്ഥത്തിലുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹൂദിലെ 123 ആയത്ത് ഉദാഹരണം, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വഇലൈഹി യുർജഉൽ അംറു കുല്ലു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി. ആകാശഭൂമികളിലെ അദൃശ്യ യാഥാർത്ഥ്യങ്ങളെ പറ്റിയുള്ള അറിവ് അള്ളാഹ്ക്കാണുള്ളത്. അവങ്കലേക്കാണ്, അള്ളാഹുവിലേക്കാണ് കാര്യങ്ങളെല്ലാം മടക്കപ്പെടുന്നത്. പിന്നെന്താ പറയണത്? ഫഅബ്ദുഹു, അതുകൊണ്ട് നീ അവനെ ആരാധിക്കണം. അതുകൊണ്ട് നീ അവനെ ആരാധിക്കണം എന്ന് പറഞ്ഞത് ഇയ്യാക നഅ്ബുദു എന്നുള്ളതിന്റെ സ്ഥാനത്താണ്. വതവക്കൽ അലൈഹി, അവന്റെ മേൽ നീ ഭരമേൽപ്പിക്കണം എന്നുള്ളതാണ്. അവന്റെ മേൽ നീ ഭരമേൽപ്പിക്കണം എന്ന് പറയുന്നത് ഇയ്യാക നസ്തഈൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിന്റെ സ്ഥാനത്താണ് എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. ഇതേപോലെ ഇബാദത്തും ഇസ്തിആനത്തും ജംഅ് ചെയ്തുകൊണ്ട്, കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വേറെയും പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ധാരാളം കാണാം. ഉദാഹരണത്തിന് ശുഐബ് നബി അലൈഹി ഇസ്ലാമിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമ്പോൾ തന്റെ ദഅവത്തിന് ശേഷം ശുഐബ് നബി അലൈഹി ഇസ്ലാം പറയും, എനിക്ക് സാധ്യമായ അത്ര നന്മ വരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ വേറെ ഒന്നും ഞാൻ ഉദ്ദേശിക്കണില്ല. അള്ളാഹ് മുഖേന മാത്രമാണ് എനിക്ക് അതിന് അനുഗ്രഹം ലഭിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ ശുഐബ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, അവന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. നോക്കിയേ, അലൈഹി തവക്കൽതു, അവന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്. അത് ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന്റെ സ്ഥാനത്താണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിന്റെ സ്ഥാനത്താണ്. എന്നിട്ട് വ ഇലൈഹി ഉനീബ്, അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു. താഴ്മയോടെ മടങ്ങുക എന്നുള്ളത് അത് ഇബാദത്തിന്റെ സ്ഥാനത്താണ്. അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അവിടെ നിർവഹിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് സൂറത്ത് ഹൂദിലെ 88 ആയത്തിൽ നമുക്ക് ആശയം കാണാം. ഇതേപോലെ കുറെ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ ആശയം അറിയിക്കുന്ന നമുക്ക് കാണാം. ഇതേപോലെ തന്നെ ഹദീസുകളിലും വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയ്യത്ത് നടത്തുമ്പോൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണെന്ത്? അല്ലാഹുമ്മ ഹാദാ മിൻക വലക്, അല്ലാഹുമ്മ ഹാദാ മിൻക വലക്, അല്ലാഹുവേ ഇത് നിന്നിൽ നിന്നുള്ളതാണ്. അല്ലാഹുമ്മ ഹാദാ മിൻക, മിൻക ഇത് നിന്നിൽ നിന്നുള്ളതാണ്. വലക എന്താ? നിനക്കുള്ളതാണ്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹാദാ മിൻക ഇത് നിന്നിൽ നിന്നുള്ളതാണ്, നീയാണ് ഇത് നൽകിയിട്ടുള്ളത്, നീയാണ് ഉപജീവനം നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ്. അത് ഇസ്തിആനത്താണ്, ഇയ്യാക നസ്തഈന്റെ സ്ഥാനത്താണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതിന്റെ സ്ഥാനത്താണ്. ഇത് ആ ഒരു ഉരുവിനെ, അറക്കാനുള്ള ഉരുവിനെ നമുക്ക് നൽകിയത് അള്ളയാണ്. അതിനുള്ള കഴിവും ശക്തിയും ഒക്കെ അള്ളാഹുവിനേ ഉള്ളൂ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് സഹായ തേട്ടമാണ് എന്നർത്ഥം. അത് ഇയ്യാക നസ്തഈൻ. എന്നാൽ അവിടെ പറയുന്ന വലക്, ഇത് നിനക്കുള്ളതാണ് എന്ന് പറയുന്നത്, അത് അതിനെ അറുത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അറവാണ്. അത് ഇബാദത്താണ്, അത് അള്ളാഹുവിന് നൽകുന്നതാണ്. അപ്പൊ നോക്കിയ ആ ഒരു ഒറ്റ പദം, അല്ലാഹുമ്മ ഹാദാ മിൻക വലക്, അള്ളാഹുവേ ഇത് നിനക്കുള്ളതാണ്, ഇത് നിന്നിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന്റെ സ്ഥാനത്താണ് ആ ലഫ്ദുകൾ ഉള്ളത് എന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്നു. ഇതുപോലെ വേറെയും ഒരുപാട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ അർത്ഥത്തിൽ ഇബാദത്തിനെയും അതേപോലെ തന്നെ ഇസ്തിആനത്തിനെയും മനസ്സിലാക്കിക്കൊണ്ട് വേണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു ഉപദേശം നമ്മൾ മനസ്സിലാക്കാം. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, അല്ലയോ മകനെ, കുഞ്ഞെ, നിനക്ക് ഏതാനും വാക്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന്. നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുന്നതാണ് എന്ന്.
വഹ്ഫദുല്ലാഹ തജിദുഹു തുജാഹക്. നീ അള്ളാഹുവെ സൂക്ഷിക്കുക, അവനെ നിനക്ക് മുമ്പിൽ കണ്ടെത്താൻ സാധിക്കും. എന്നിട്ട് എന്താ പറയുന്നത്? ഇദാ സഅൽത ഫസ്അലല്ലാഹ്. നീ വല്ലതും ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. സഹായം തേടുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. അപ്പൊ നോക്കി, ആദ്യം ചോദിക്കാനാ പറയുന്നത്, പിന്നെ സഹായം തേടാനാണ് പറയുന്നത്. അറിയണം, നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ ഒരു സമുദായം മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിന്റെ മേൽ രേഖപ്പെടുത്തിയതല്ലാത്ത ഒരു ഉപകാരവും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. നിനക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ അവർ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിന്റെ മേൽ രേഖപ്പെടുത്തിയതല്ലാത്ത ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. പേനകൾ ഉയർത്തപ്പെടുകയും ഏടുകൾ ഉണങ്ങുകയും ചെയ്തിരിക്കുന്നു എന്ന്. ഇത് ഇമാം തിർമിദി രേഖപ്പെടുത്തിയ ഹദീസിലുള്ളതാണ്. ഹദീസ് ഹസനാണ് എന്ന് വിധിച്ചിട്ടുള്ള ഒരു ഹദീസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ സഹായം ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നത് നോക്കി, അവിടുത്തെ ആ തവക്കുൽ, ആ ഒരു വിശ്വാസം, അതായത് നമ്മൾ നിലവിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാനുള്ള കഴിവും അതിനുള്ള ശക്തിയുമൊക്കെ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ആ ഹൗക്കലയുടെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്, പഠിപ്പിക്കുന്നത്. അതാണ് ഇയ്യാക നസ്തഈൻ. അപ്പോ ആ വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ് എന്നർത്ഥം. തവക്കുലുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത് എന്നർത്ഥം. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂം വൽ ഹിക്കം എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ ഇദാ സഅൽത ഫസ്അലല്ലാഹ്, നീ വല്ലതും ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. അവിടെ നോക്കിയ ചോദ്യവും ഇസ്തിആനത്തും. ചോദ്യം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞ ചോദ്യം അത് ദുആയാണ്. ഇയ്യാക നഅ്ബുദു എന്നുള്ളതിന്റെ സ്ഥാനത്താണ് അത് എന്ന്. അതുപോലെ രണ്ടാമത് പറഞ്ഞതോ സഹായം തേട. ആ സഹായം തേട എന്ന് പറയുന്നത് അത് ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന്റെ സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന്റെ ആ ആശയമാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിച്ചു കൊടുത്തത് എന്നാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. നോക്ക് സഹോദരങ്ങളെ, എത്ര ലളിതമാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയുന്ന പ്രഖ്യാപിക്കുന്ന കാര്യം. ലോകത്തിലേക്ക് കടന്നു വന്ന അമ്പിയാക്കന്മാർ മുഴുവൻ പഠിപ്പിച്ച, അവർ പ്രചരിപ്പിച്ച ആദർശത്തിന്റെ സത്തയാണ് യഥാർത്ഥത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ ഒരു ആയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഇയ്യാക നഅ്ബുദു എന്നുള്ളത് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെ മറ്റാരെയും പ്രതീക്ഷ അർപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിനെ ഭയക്കുന്നത് പോലെ വേറെ ആരെയും ഭയക്കാനും പാടില്ല. ആ രൂപത്തിൽ ആരാധനകൾ അള്ളാഹുവിന് മാത്രം നമ്മൾ നിർവഹിക്കണം. ഇതാണ് ഇയ്യാക നഅ്ബുദു. അതുപോലെ തന്നെ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ, ആ സഹായം ചോദിക്കുമ്പോൾ അത് നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രം നൽകാൻ സാധിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കുന്ന, നമ്മൾ ഏതൊരു അവസ്ഥയിലാണോ ഉള്ളത് ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ചോദ്യം നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന ആ ഒരു മാറ്റം, അത് ഏതൊരു അവസ്ഥയിലേക്കാണോ നമ്മൾ മാറേണ്ടത് അതിനെ സഹായിക്കാൻ, ആ ഒരു അവസ്ഥയിലേക്ക് മാറാൻ അത് നമ്മളെ സഹായിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ചോദ്യം. അതിന്റെ കേന്ദ്രം ഹൃദയമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തർക്കത്തിനും പഴുതില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്നാൽ നിർഭാഗ്യകരം, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇയ്യാക നഅ്ബുദു എന്നുള്ള വിഷയത്തിൽ തർക്കമാണ്. ആർക്കൊക്കെ ഇബാദത്താകാം, ഏതൊക്കെയാണ് ഇബാദത്ത്, എങ്ങനെയൊക്കെയാണ്, ഈ വിഷയങ്ങളിലൊക്കെ തർക്കങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇസ്തിആന, ഇയ്യാക നസ്തഈൻ എന്നുള്ളത് സാധാരണ ഗതിയിലുള്ള സഹായത്തേട്ടങ്ങളുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് പല രൂപത്തിൽ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്ന ആളുകളെയും നമുക്ക്
കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഏറ്റവും ലളിതമായിട്ടുള്ള സലഫു സാലിഹ്യങ്ങളിൽ നിന്ന് വിശദീകരിച്ച് തന്ന രൂപത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആശയക്കുഴപ്പവും ഈ വക വിഷയങ്ങളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. വളരെ സംക്ഷിപ്തമായിക്കൊണ്ട് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നുള്ളതാണ് ആഗ്രഹിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദർസ്, ഈ ഒരു ക്ലാസ് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇത് സശ്രദ്ധം ശ്രവിച്ച ഓരോ സഹോദരിമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.